നമ്മളപ്പോൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കുവാൻ പോവുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഇവിടെ നോക്കുക. ഇവിടെ കണ്ടില്ലേ ഒരു ഡിസൈൻ പോലെ നമുക്ക് തോന്നില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു നേരെ വരിയുണ്ട് കണ്ടോ. അപ്പോൾ അവിടെ വെച്ച് കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടത് ഇതുപോലെ തന്നെ ഡിസൈനിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത പീസിൻ്റെ പേപ്പറാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ കൂടെ കിട്ടിയപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഈ സൈഡിൽ ഈ 2 ഫ്ലവേഴ്സിൻ്റെ പിക്ചർ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ സെയിം ഷേപ്പ് തന്നെയല്ലേ, ഈ സെയിം ഡിസൈനിൻ്റെ പേപ്പറായ കാരണം നമുക്കിവിടെ ഗമ്മ് വെച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കില്ലേ നമ്മുടെ ബുക്ക് മാർക്കുമോ അത് വയ്ക്കുമോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഗമ്മ് വെച്ചൊട്ടിക്കുക. ഞാനത് ഗമ്മ് വെച്ചൊട്ടിച്ചപ്പോൾ കണ്ട നല്ല ഭംഗിയില്ലേ ബുക്ക് മാർക്കിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ 2 വശത്തും പൂക്കളുടെ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയൊക്കെ വേറെ വേറെ ഡിസൈൻസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ കല്യാണക്കുറിയിൽ ഇൻവിറ്റേഷൻ കാർഡിൽ അതുപോലെ കണ്ടപ്പോഴാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തത്. സോ ഇതുപോലെ തന്നെ ധാരാളം ക്രിയേഷൻസ് ഉണ്ട്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, മുത്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം, അങ്ങനെ കുറച്ച് നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ വേറെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഇതുപോലെ തന്നെ കുറച്ച് പീസസ് ആക്കിയിട്ട് 3 പീസസ് ആക്കി. അപ്പോൾ ഗൈസ് നമ്മുടെ ബുക്ക് മാർക്ക് റെഡിയായി കഴിഞ്ഞു, നമ്മുടെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇത് മേളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻവിറ്റേഷൻ കാർഡ്, ബ്ലൂ ഇൻവിറ്റേഷൻ കാർഡിനെ ഞാൻ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അത് ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഇത് ഞാൻ വേറൊരു ഈ കല്യാണക്കുറി സെയിം കല്യാണക്കുറിയുടെ എൻഡേഴ്സിൽ മീൻസ് സെയിം ഡിസൈൻസ് ആയ കാരണം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അവിടെ പൂ ഡിസൈൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ ഒട്ടിച്ച് വെച്ചാലോ എന്ന്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് ഈസ് റെഡി. സോ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം.